സാമേ, നമ്മൾ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും തീരുമാനിക്കണം. ചുമ്മാ അടക്കണേ തീരുമാനിക്കുന്നത് നടന്നാ പോരെ? അയ്യോ, നിന്നെ പോലുള്ള മരത്തലന്മാരുടെ കൂട്ടുകെട്ടുകാരനാണ് ഞാൻ രക്ഷപ്പെടാത്തത്. അല്ലാതെ നിനക്ക് ബുദ്ധിയില്ല അഞ്ഞിട്ടല്ല. ഇല്ലടാ, എനിക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ പോലുള്ളമാരെ നായകനാക്കിയിട്ട് ഓരോ സാധനം ചെയ്യുന്നു. നീ അത് വിട്. ഞാനേ ഇതിനെക്കുറിച്ച് കുറേ റിസർച്ച് ചെയ്തു. എന്താണോ നീ പരിപാടിയൊക്കെ വിട്ടിട്ട് ബ്രഹ്മാണ്ടം നോക്കണം. എടാ, ഈ ബ്രഹ്മാവും അണ്ടാവും ഒക്കെ എൻ്റെ മൂർധാവിനുണ്ട്. എനിക്കിപ്പോൾ ആവശ്യം അതൊന്നുമല്ല. എൻ്റെ അതേ ബ്രില്യൻസ് ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കളിമാറും. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ കയ്യിൽ വന്നിട്ടുണ്ടല്ലോ, പിന്നെ മലയാള സിനിമയ്ക്ക് പുതിയ വാഗ്ദാനാണ്. ദി എക്സ്പ്ലോസീവ്ലി ടാലന്റഡ് DIG. നീ പറഞ്ഞതിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇത് നിർത്തിയിട്ട് വല്ല പണിയെടുക്കാൻ നോക്കും. എടാ, വീട്ടുകാരുടെ പുച്ഛം, നാട്ടുകാരുടെ പുച്ഛം, ഇതൊക്കെ സഹിക്കാം. പക്ഷെ കൂട്ടുകാരുടെ പുച്ഛമുണ്ടല്ലോ, ഹൃദയഭേദമാണ്. സഹിച്ചോ? സഹിക്കാണല്ലോ. അയ്യേ, അവൻ്റെ മോളൊന്നും വിടായിരുന്നു. ഞാൻ ഊതി വിടായിരുന്നു, പറഞ്ഞു പോയാ. ഊതൻ ട്രാവൽസിന് എന്നെ ഊതുന്നുണ്ടല്ലോ, ഇനി അതിനകത്തോടെ കൂടെ മറ്റേ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചേരണല്ലേ? ആ അതെ. ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു കേട്ടോ. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു കേട്ടെ. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം കണ്ടിട്ട് കുറെ നാളായി. ഇദ്ദേഹമാണ് എഴുതിയത്, എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, ഹലോ ചേട്ടാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഓ പിന്നെന്താ. അല്ലെങ്കിൽ വേണ്ട, ചേട്ടനൊരു ഫോട്ടോ എടുത്ത് തന്നാൽ മതി. ഞാൻ ആ ഇവിടെ ചിരിച്ചോ ചിരിച്ചോ. അപ്പൊ ശരി, ഇനി ഇതുപോലത്തെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് ഞങ്ങളെ ഞെട്ടിക്കണം. ഓക്കെ ഓക്കെ ശരി. ഫോട്ടോ എന്താടാ പെട്ടെന്നൊരു ഫാൻ ഫോളോയിങ്? അടിപൊളിയായിട്ട്. ഞാനേ ഒന്ന് വാഷ്റൂം പോയിട്ട് വരാം. എടോ, താനാണോ പറഞ്ഞ എടുത്തോണ്ട് പോകണു? ഓരോരോ സാധനങ്ങളും കൊണ്ട് വന്നേക്കുന്നു. ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? Is that him? Might be. അവിനാഷ് അല്ലേ? അതെ. ഓ ഹായ് ഹായ് സർ. ഹായ് മാം, ഇരിക്കും. ഇരിക്കടോ. ഞാനൊരു കോഫി പറയട്ടെ? Yeah. ഹാ, സന്ദീപ് 2 കോഫി. ഓക്കെ. അവിനാഷിന്റെ റീസൺ വർക്ക്സ് ഞാൻ കണ്ടിരുന്നു. കൊള്ളാം. കൊള്ളാവുന്നല്ല, വെരി ഇംപ്രസീവ്. താങ്ക് യു മാം. താങ്ക് യു സർ. നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും സജഷൻസ് കൂടി എപ്പോഴും എടുക്കാറുണ്ട്. പിന്നെ കഴിയുന്ന ഗിമിക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് സിമ്പിളായിട്ട് വെക്കാനാണ് എനിക്ക് താല്പര്യം. താൻ തൻ്റെ വിനയം കൊണ്ട് വളരെ സിമ്പിളാന്ന് പറയുന്നു, പക്ഷേ ക്ലാസ്സിലുള്ള വർക്കാണ് അവിനാശിൻ്റെ. മാം, ഇങ്ങനെ കൊഴുത്തി കഴിഞ്ഞാൽ ചാർജ് വിട്ടുവിട്ടോ? താൻ ചാർജ് ചെയ്തോടോ. പക്ഷേ നമുക്ക് ഫ്രണ്ട്സൊക്കെ കണ്ട ഞെട്ടുന്ന ഒരു വീഡിയോ വേണം. ആ, അത് ചെയ്യാം. അതെനിക്ക് കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ കൂടി ടേസ്റ്റ് അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയാണ് വർക്ക് ചെയ്യാറ്. അല്ല, നിങ്ങൾ ആക്ച്വലി ആരുടെ പാരൻസ് ആണ്? ചെക്കനെയാണോ പെണ്ണിൻ്റെയാണോ? ഇതാ പെണ്ണ്. ഇതാ ചെക്കൻ. ഓ, അൺഎക്സ്പെക്റ്റഡ് ആയില്ലേ? പിന്നല്ലാതെ. ഇത് നല്ല രസമായിരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊക്കെയല്ലേ. ഞങ്ങളെപ്പോലുള്ളവർക്ക് എല്ലായ്പ്പോഴും കിട്ടുന്നൊരു ചാൻസ് അല്ലല്ലോ ഇങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കുക. അതെ അതെ. സോറി, ഞാൻ ഇപ്പോഴും ആ സ്വീറ്റ് ഷോക്കിലാണ്. ഞങ്ങളും. ഇതെൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. എനിക്ക് അവിനാശിൻ്റെ പ്രായമുള്ള ഒരു മകളുണ്ട്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് പ്ലാൻ ചെയ്യാം. ആ മോഹൻ, ഞാൻ വാഷ്റൂമിലോട്ടൊന്ന് പോട്ടെ. ഓക്കെ. തനിക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ അല്ലേ? ഓഫ് കോഴ്സ്. ആക്ച്വലി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആദ്യമായിട്ടൊരു വർക്കിനെ പറ്റി ഞാൻ ഇത്ര എക്സൈറ്റഡ് ആവുന്നു. ഐ എം സോ ഹാപ്പി. രാധിക എൻ്റെ ചൈൽഡ്ഹുഡ് ക്രഷായിരുന്നു. അന്ന് പല കാരണങ്ങൾ കൊണ്ട് പ്രേമം പറയാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം അവളെ കിട്ടിയതാ. എൻ്റെ ആദ്യത്തെ കല്യാണം. അത് കാരണം കൊണ്ട് ഇത് ഗംഭീരമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നല്ലാതെ. നമുക്ക് ചോറാക്കാം. ഇവിടെ തൻ്റെ കാപ്പി വന്നില്ലൂടെ ഇതുവരെ? ഇപ്പൊ എത്തിക്കാം. എവിടെ സന്ദീപേ? എന്നാലും എൻ്റെ സാമ, ഞാൻ നിൻ്റെ അടുത്തൊന്നും ഇത് പ്രതീക്ഷിച്ചില്ല. വല്ലാത്തൊരു ഫീല്. താങ്ക് യു. എല്ലാവരുടെ എഴുത്തിനോടാ. അങ്ങനെയല്ല, ഇത് ശരിക്കും നിന്റെ പെർഫോമൻസിന്റെ ബലത്തിൽ തന്നെ നിൽക്കണതാ. സുഹാന തന്നെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവള് പറഞ്ഞിട്ടാ ഞാൻ ആ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിലേക്ക് അയച്ചത് തന്നെ. ആഹാ, അപ്പൊ ഈ വർക്കിന്റെ പിതാവായ എന്നോടൊരു വാക്ക് പോലും ചോദിക്കണ്ട. എന്തിന്? താൻ എൻ്റെ പിതാവൊന്നുമില്ലല്ലോ. ഏത് ഹോസ്റ്റലിനെ അയച്ചേ? അതൊക്കെ ഉണ്ട് മോനെ. നീ കണ്ടോ? പി സുകുമാർ, സിമി മലയിൽ,
മുകേഷ്, പിന്നെ വേറെ ആരാണോ, ഇവരെല്ലാവരും വരുന്ന ഒരു കിടിലൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റാണ്. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് സാമിന് ഫസ്റ്റ് അടിക്കും. അല്ല, അതായത് ബെസ്റ്റ് ആക്ടർ സാം ആയിരിക്കും. അപ്പം മികച്ച തിരക്കഥാകൃത്ത് ആരാണ്? അതിൽ വലിയ പ്രതീക്ഷയില്ലടാ. ഇവൻ്റെ കാര്യത്തിൽ ആർക്കാ പ്രതീക്ഷയുള്ളത്? ഡേയ് കുറച്ച് വലുതാ, ഒരു എഴുത്തുകാരനാണ്. എടാ എഴുതിയത് നീയാണെങ്കിലും ഉണ്ടല്ലോ. എടാ അത് അപാരമായിട്ട് പെർഫോം ചെയ്തത് ഇവനല്ലേ, അതും ഇവൻ. എടാ സാമിന് എന്നെ എന്തായാലും മികച്ച നടനടിക്കും, അല്ലെങ്കിൽ നീ പറ. ഞാനെന്ത് പറയാനാ, നിങ്ങൾ നായകൻ നിർമ്മാതാവും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതാണ് മലയാള സിനിമയുടെ ശാപം. ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നവന് ഇനി എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും 1 ഗ്രാം വില കിട്ടില്ല. അതിന് നീ മലയാള സിനിമയിൽ ഇല്ലല്ലോ. അത് കാരണം അതുകൊണ്ട് മലയാളത്തിനോ മര്യാദയ്ക്ക് പോകുന്നു. ഇനി ഞാനിവിടെ ഇരിക്കണം, നീയൊക്കെ പഠിക്കണം. അത് പോട്ടെ, നീ ആ ചായ ഗ്ലാസ് ക്യാൻറ്റീനിൽ വെച്ച് തകർക്കണ സീനിൽ അതൊന്ന് വെച്ച്. ആ എൻ്റെ അമ്മൂ, സ്റ്റീവൻ സ്പിൽബർഗിനെ പോലെ ഉണ്ട്. പുള്ളി ഡയറക്ടറാണ്. പക്ഷെ നീ അടിപൊളിയായിട്ട്